നെല്ലിയാമ്പതിക്കുറിച്ച് ഓർക്കുമ്പോൾ അവിടുത്തെ കാട്ടാനയായ ചില്ലിക്കൊമ്പനെ കൂടി നമുക്ക് ഓർമ്മ വരും. ചില്ലിക്കൊമ്പൻ്റെ മരണ വാർത്ത എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഞാൻ ഈ വീഡിയോയുടെ വർക്ക് തുടങ്ങാൻ പോകുമ്പോഴാണ് ചില്ലിക്കൊമ്പൻ്റെ വാർത്ത അറിഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ചില്ലിക്കൊമ്പന് വേണ്ടി സമർപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ശിവസ്മൻ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാ വീഡിയോയും പോലെ ഇതും ഒരു ചെറിയ വീഡിയോ. 4-5 ദിവസം മുമ്പാണ് ഞാൻ നെല്ലിയാമ്പതിയിൽ പോയത്. നമ്മുടെ സ്പോട്ട് തൃശ്ശൂരായതുകൊണ്ട് അടുത്ത് കിടക്കുന്ന നല്ലൊരു സ്ഥലമായതുകൊണ്ട് നെല്ലിയാമ്പതിയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. എന്നിട്ടും ഞാനിതുവരെ ചില്ലിക്കൊമ്പനെ കണ്ടിട്ടില്ല കേട്ടാ. ഇവിടുത്തെ ഓരോ കാട്ടുവഴി പോകുമ്പോഴും ചില്ലിക്കൊമ്പനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആനയെ പേടിയാണെങ്കിലും ചില്ലിക്കൊമ്പനെ കുറിച്ചുള്ള കേട്ടറിവ് പേടി തോന്നിച്ചിരുന്നില്ല. കേട്ടിടത്തോളം ആള് ഒരു ഉപദ്രവകാരിയായിരുന്നില്ല, ഡീസൻറ്റ് കാട്ടാന എന്നാണ് അറിവ്. അപ്പോൾ കണ്ടില്ലെങ്കിലും മനസ്സിന് വല്ലാത്തൊരു വിഷമം. ഇനി ഒരു പക്ഷേ നെല്ലിയാമ്പതിയെക്കുറിച്ച് അറിവുണ്ടെങ്കിലും ആനയെക്കുറിച്ച് അറിയാത്ത ആളുകളുണ്ടാവും. നെല്ലിയാമ്പതി മേഖലയിൽ കാണുന്ന കാട്ടാന ചെറിയ കൊമ്പുള്ളതുകൊണ്ട് ചില്ലിക്കൊമ്പെന്ന പേര് വന്നു. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും മറ്റു വീടിലെ കണ്ട് നല്ല വലിപ്പം ആനയ്ക്ക് തോന്നിച്ചിരുന്നു. ഇവിടുത്തെ ജനവാസ മേഖലയിൽ ഇറങ്ങിയാലും ആരെയും ഉപദ്രവിക്കാതെ പോകുന്ന കാട്ടാന, അതുപോലെ ഒരു നാശനഷ്ടങ്ങളും ഉണ്ടാക്കാത്തത് എന്നൊക്കെയാണ് ഇവനെക്കുറിച്ചുള്ള അറിവ്. എന്നിട്ടും അവനുണ്ടായ അന്ത്യം വളരെ ദയനീയമായിരുന്നു. ഈ അടുത്ത നാളുകളിൽ നെല്ലിയാമ്പതി കാടുകളിൽ ആന ഉണ്ടായിരുന്നില്ല. കാട്ടാനയല്ലേ പലയിടത്തും സഞ്ചരിക്കുമല്ലോ. തമിഴ്നാട് ഭാഗത്തായിരുന്നു ആന. അവിടെ ഡാമിൽ നിന്ന് വെള്ളം പോകുന്ന കനാലുണ്ടായിരുന്നു. വെള്ളം കുടിക്കാൻ ഇറങ്ങിയതാണ്. നല്ല താഴ്ചയും ഒഴുക്കും ഉണ്ടായിരുന്നു. ആനയ്ക്ക് കാൽ തെറ്റി. സാധാരണ ആനകൾ വെള്ളത്തിലൂടെ പോകാറുണ്ടെങ്കിലും ശക്തമായ ഒഴുക്ക് നിയന്ത്രണം തെറ്റി. ശ്വാസം മുട്ടിയുള്ള മരണം. ഇതൊക്കെയാണ് നമ്മുടെ കേട്ടറിവ്. ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത് നെല്ലിയാമ്പതി പോയതും മനസ്സിൻ്റെ വിഷമം കൂട്ടി. അപ്പോൾ ആൾ പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയൊരു ജന്മം ഉണ്ടാവണമെങ്കിൽ നല്ലൊരു ജന്മം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടുത്തെ മറ്റു വിശേഷങ്ങളിൽ കിടക്കാം. നമ്മുടെ നെല്ലിയാമ്പതി യാത്രയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ വീഡിയോ നെല്ലിയാമ്പതി ചുരം കയറാൻ മുമ്പ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ നിർത്തിവെച്ചിരുന്നു. എന്നുവെച്ചാൽ ചെറിയ ചെറിയ വീഡിയോകളായിരുന്നു ചെയ്യുന്നത്, അല്പം ഭാഗങ്ങളും അല്പം കാര്യങ്ങളും. അപ്പോൾ ആ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി നല്ലൊരു ഭാഗം കിട്ടിയപ്പോൾ നമ്മുടെ സ്കോളിസ് ഇവിടെ പാർക്ക് ചെയ്തു. ഒന്ന് പുറത്തിറങ്ങി കൈയും കാലം നിർത്തിറങ്ങിയതാണ്. അപ്പോൾ അതിൽ നേരത്തെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് യാത്ര തുടങ്ങിയതാണ്. അപ്പോൾ ഒരു മിനിറ്റ് ഇട്ടാ ഇതൊന്ന് കേട്ടോ. അമ്മ ഒന്ന് വന്നേക്കണേ, ഒരു ക്ഷേത്രത്തിലാണ്. ഇവിടെ നിറച്ച് കാട് കണ്ടിയേ. നമ്മ മനസ്സിലായിക്കോളും ഇത് നമ്മുടെ ഒരു ട്രിപ്പിന് വേണ്ടി കേട്ടോ. ട്രിപ്പ് എന്ന് പറഞ്ഞ ഒരു നൈറ്റ് ട്രിപ്പ് ഇന്ന് മാത്രമേ ഉണ്ടാവുകയോ. നാളെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒരു ഉണ്ട് ക്ഷേത്രീകരണം. അത് വേറെ ഒരു നമ്മുടെ പാർക്കിച്ചാണ്. നമ്മൾ വേറെ ഒന്നിനും കഴിച്ചാനാണ്. കേട്ടില്ലപ്പോൾ നമ്മുടെ ചാനലിൻ്റെ നമ്മുടെ വാക്കുകൾ ആ വടി പിടിച്ചിരിക്കുന്നത് പുലീനടിക്കാനായിട്ടാണ്. അപ്പോൾ ഇപ്രാവശ്യം നെല്ലിയാമ്പതിലൊന്ന് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്ര നാളത്തെ യാത്ര 1 ഡേ പോയി വരില്ലായിരുന്നു. പോയി വരുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിക്കും 1 ഡേ കറങ്ങാനുള്ളൂ, എന്നാലും ഒരു ദിവസം ഒരു നൈറ്റ് അത്യാവശ്യം ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ശരിക്കും പോകുമ്പോൾ താമസത്തിനെ കുറിച്ചൊരു പിടിപാടില്ല കേട്ടോ. പോകുമ്പോൾ ഇപ്പോൾ ആ കറക്കത്തിനെ കുറിച്ചില്ലാണ്ട് നമ്മൾ വേറെ ഒന്നും അന്വേഷിച്ചിരുന്നില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു റൂമിൻ്റെ റേറ്റൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അന്ന് റേറ്റ് പറഞ്ഞ് 2 ചില്ലറയ്ക്കാണ് പറഞ്ഞത്. സാധാരണ നമ്മൾ ഇത്ര റേറ്റ് ഒന്നും എടുക്കാറില്ല. എന്തായാലും പിന്നെ പോയി നോക്കാം, ഇനിയിപ്പോൾ വല്ല കുറവുണ്ടോ, ഇനിയിപ്പോൾ അതല്ല വേറെ കിട്ടുമെന്ന്. ഇല്ലെങ്കിൽ ആ റേറ്റ് തന്നെ പോകാം. എന്നുവെച്ചാൽ ഒരു ദിവസമല്ല നെല്ലിയാമ്പതിയിൽ നിൽക്കണം ആഗ്രഹമാണെങ്കിൽ അതങ്ങനെ നടത്തി വയ്ക്കാം. അപ്പോൾ ഇതേ പോകണ വഴിക്കൊരു വ്യൂ പോയിൻ്റ്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ വണ്ടിക്ക് നിർത്തി റിലാക്സ് ചെയ്ത് പോകാം. നല്ലൊരു സ്പേസുള്ള ഭാഗം കേട്ടത്. അപ്പോൾ നമ്മളൊന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പതിവിൽ നേരത്തെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി. അവിടെ ചെന്ന് നമുക്ക് ആദ്യം റൂം നോക്കാം എന്നാണ് വീട്ടിലാണ് പോക്ക്. എന്നിട്ട് മതി കാഴ്ചകൾ. വീണ്ടും ഒരു മിനിറ്റ് ചാടിയാവൊന്നും പറ്റുകയെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഷെഫ് ഒന്നയ്യ ഒറ്റ ചാട്ടം ചാടി അടി എത്തേണ്ട ഒരു അവിടെ ഇടിച്ച് നമ്മ ഈ താഴത്ത് എത്തേണ്ട ഒരു ഇടിച്ചിടിച്ചിടിച്ച് ചാവും. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കാട്. ഇവിടെ ഇടയ്ക്ക് മാത്രം ജീവി കാണായോ, എപ്പം ഇങ്ങനെ കുറഞ്ഞ മരകടയോ അപ്പം ഇങ്ങനെ ആനയായി കാണായോ. ഒരു ഇത് കണ്ടോ എന്തിനാ പൈനക്കാർ പിടിച്ചറിയോ. നമ്മ ഇങ്ങനെ മൃഗം കാരണം ഇങ്ങനെ ആക്കാനാ ഭയങ്കര തണുപ്പുണ്ട്. അധികം പറയാൻ പറ്റിയ ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. എന്താ ചെയ്യാതെ വീണ്ടും ഉണ്ട് കേട്ടാ. ഇവിടെ ഒരു എന്തിനാ ഇവിടെ ഇങ്ങനെ എഴുതിക്കണമെന്നറിയോ. പോയി വരുമ്പോ ഇങ്ങനെ എഴുതി കണ്ട് പോയിട്ടേ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരു വടി പിടിച്ച് ക്യാമറയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയും മറ്റേ ഞാനൊന്നും പറയട്ടെ. ഇതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ നമ്മുടെ അയ്യപ്പസ്വാമിയുടെ അമ്പലം ചുരം കയറുമ്പോൾ നമുക്ക് ഇടയിൽ കിട്ടുന്ന ഒരു കുഞ്ഞമ്പലം. കുഞ്ഞമ്പലത്തിലൊരു പ്രത്യേക ഐശ്വര്യം ഉണ്ട് കേട്ടോ.
പോകുമ്പോൾ വണ്ടി നിർത്തി ഒന്ന് തൊഴുതിട്ട് പോകാറുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ നിർത്താനുള്ള സമയമായി. അതെന്താ വെച്ചാൽ 5 മിനിറ്റിൻ്റെ വീഡിയോ ചെയ്യാറുള്ളൂ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെയാണ്. വല്ലാണ്ട് ലോങ് കൂടി ഒന്നും കാണപ്പോൾ ആർക്കും ക്ഷമയില്ല. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും വീഡിയോകൾ. അപ്പോൾ അതല്ല നല്ലത്, കുറച്ച് ഭാഗങ്ങളായിട്ട് ചെയ്യാം. ഇനി ഇവിടെ നിന്നുള്ള ഭാഗങ്ങൾ വരും നല്ല ദൃശ്യഭംഗിയുള്ളതാണ്. പിന്നെ അടുത്ത ഭാഗങ്ങളാണ് നല്ല മാസ് കാഴ്ച കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ തേയിലത്തോട്ടങ്ങടയിൽ പുള്ളിപ്പുല്ല് കിട്ടിയത്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നു. അതൊക്കെ നിങ്ങളിലേക്ക് എത്താൻ ശിവസ്മൻ ചാനലൊന്ന് സബ് ചെയ്തിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പൊക്കോളൂ. അപ്പം നമ്മുടെ ചില്ലിക്കൊമ്പനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.